ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡിൽ അജയന്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് സന്ദീപിനോടും സച്ചിയോടും സംസാരിച്ചുകൊണ്ട് അർച്ചന ഇരിക്കുമ്പോഴാണ് അർച്ചനയുടെ ഫോണിലേക്ക് അനൂപ് വിളിക്കുന്നത്. കോള് കണ്ട ഉടനെ തന്നെ സന്ദീപ് അനൂപേട്ടനാണെന്ന് പറഞ്ഞുകൊണ്ട് അർച്ചനയുടെ കയ്യിലേക്ക് ഫോൺ നൽകി. അർച്ചന കോൾ അറ്റൻഡ് ചെയ്തതും എന്താ അനൂപേട്ട എന്ന് ചോദിച്ചതും അനൂപ് പറഞ്ഞു, മോളെ ഞങ്ങൾ ഹോസ്പിറ്റലിലാണ്. അത് കേട്ടതും അർച്ചന ആശങ്കയോട് ചോദിച്ചു, എന്താ ഏട്ടാ ഹോസ്പിറ്റലിലോ, എന്താ പറ്റിയത് എന്ന് ചോദിച്ചപ്പോ അനൂപ് ഉടനെ ആതിരയുമായി ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞത് കേട്ട് ആകെ ടെൻഷനിലായി അർച്ചന. അപ്പോഴേക്കും മീരയുടെ അരികിലേക്ക് വന്ന് അനൂപിന്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിക്കുന്നു. അനൂപേട്ട ഫോൺ ഇങ്ങിതാ എന്ന് പറഞ്ഞ്, അച്ചു മോളെ വേറൊന്നുമല്ല, ആതിരയ്ക്ക് ഇന്ന് ഒരു ബോധക്കേടുണ്ടായി. അമ്മ റൂമിലേക്ക് ചെന്നപ്പോ അവൾ നിലത്ത് വീണ് കിടക്കുന്ന കാഴ്ചയാണ് കണ്ടത്. വല്ലാതെ ബ്ലീഡിങ്ങും ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ഹോസ്പിറ്റൽ ICUലാണ് എന്ന് മീരെടുത്തി അറിയിച്ചു. ഉടനെ തന്നെ അർച്ചന വിവരങ്ങളൊക്കെ കേട്ടതിന് ശേഷം ഞങ്ങൾ ഇപ്പൊ തന്നെ അവിടേക്ക് എത്താമെന്ന് മീരെടുത്തിയോട് അർച്ചന പറയുമ്പോ മീരെടുത്തി ചോദിച്ചു, ഞങ്ങൾ സന്ദീപിനെ കുറെ നേരമായിട്ട് വിളിക്കുന്നു, അവൻ എവിടെയാണെന്ന് അറിയില്ല, അവിടെ ഉണ്ടോ അവൻ എന്ന് ചോദിച്ചപ്പോ അർച്ചന പറഞ്ഞു, എന്റെ അടുത്ത് വന്നിട്ടുണ്ട്, ഞാൻ എന്തായാലും ഇപ്പോൾ തന്നെ അവനെയും കൂട്ടി ഞാനും ശശിയേട്ടനും കൂടി അങ്ങോട്ട് എത്താം എന്ന് അർച്ചന പറഞ്ഞ് ഫോൺ വെച്ചു. ഉടനെ മീരെടുത്തി ഫോൺ അനൂപിന്റെ കയ്യിൽ കൊടുക്കുമ്പോൾ ആതിര വല്ലാത്ത ഗുരുതരാവസ്ഥയിലേക്ക് ആതിരയുടെ കണ്ടീഷൻ പോകുന്നത് ഡോക്ടേഴ്സ് ഭയത്തോടെ നോക്കി കാണുന്നു. അപ്പോഴാണ് അർച്ചന ഫോൺ കട്ട് ചെയ്തതും എന്താ എന്താ പറ്റിയത് അർച്ചനെ, ആരാ ഹോസ്പിറ്റലിൽ എന്ന് സച്ചി വളരെ ടെൻഷനോട് ചോദിച്ചപ്പോൾ അർച്ചന വിവരങ്ങളൊക്കെ സന്ദീപിനോട് പറഞ്ഞു. രാവിലെ ആതിര റൂമിൽ ബോധം കെട്ട് കിടക്കുന്നത് കണ്ടുവെന്നും വല്ലാതെ ബ്ലീഡിംഗ് ഉണ്ടായിട്ടുണ്ടെന്നും അവർ ഹോസ്പിറ്റലിലേക്ക് പോയിരിക്കുകയാണെന്നും നമുക്ക് ഇപ്പോൾ തന്നെ അവിടേക്ക് എത്തണമെന്നും പറഞ്ഞ് അർച്ചനയും സച്ചിയും സന്ദീപും കൂടി ആ നിമിഷം തന്നെ അവിടെ നിന്ന് പുറപ്പെട്ടു. അവരവിടെ നിന്ന് വേഗം തന്നെ കാറിൽ കയറി അവിടുന്ന് പോകുന്ന സമയത്ത് അവരുടെ സംസാരമൊക്കെ അപ്പുറത്ത് മാറുമെന്ന് കേട്ടുകൊണ്ടിരുന്ന അവന്തിക അവർ അവിടുന്ന് പോകുന്നത് കൃത്യമായി കാണാനിടയായി. എന്തായാലും ആതിരയ്ക്ക് എന്തോ കുഴപ്പമുണ്ടായെന്ന സന്തോഷത്തിൽ അങ്ങനെ നോക്കി നിൽക്കുന്ന അവന്തിക സച്ചിയും അർച്ചനയും സന്ദീപും കൂടി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് എന്തുകൊണ്ടും നന്നായി. അവളെ അങ്ങനെ ഹോസ്പിറ്റലാക്കി തന്നല്ലോ ദൈവം, ഇനി ബാക്കി കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം എന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് അവന്തിക നിന്നു. പിന്നീട് ഹോസ്പിറ്റലിൽ ഡോക്ടേഴ്സ് എന്തെങ്കിലും പറയുന്നതിനായി കാത്തിരിക്കുന്ന അനൂപേട്ടനും ആതിരയുടെ വിവരങ്ങളെ കുറിച്ച് അറിയാൻ വല്ലാത്ത ടെൻഷനോടെ നിൽക്കുകയാണ് മീരയെടുത്തിയും അമ്മയും അച്ഛനുമെല്ലാം. അപ്പോഴേക്കും അർച്ചന അവിടേക്ക് എത്തിയത് കണ്ട് കമലയെടുത്തി ആകെ സങ്കടത്തോടെ അർച്ചനയുടെ അരികിലേക്ക് ചെന്നു. മോളെ മോളെ ആതിര എന്ന് പറഞ്ഞ് സങ്കടപ്പെടുമ്പോഴേക്കും കമലെടുത്തി വല്ലാതെ കരയുന്നത് കണ്ട് മീര പറഞ്ഞു, മോളെ അങ്ങനെ പേടിക്കാനൊന്നുമില്ല, പിന്നെ ഇപ്പം ബ്ലീഡിങ് ഉണ്ടായത് കൊണ്ടുള്ള ഒരു ടെൻഷനാണ്, ഡോക്ടർ പിന്നൊന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ സന്ദീപ് ചോദിച്ചു, ഇപ്പോൾ ആതിരയ്ക്ക് എങ്ങനെയുണ്ട്, എന്തെങ്കിലും വിവരം പറഞ്ഞു ഡോക്ടർ? അപ്പോഴേക്കും അനൂപ് പറഞ്ഞു, പേടിക്കാനൊന്നുമില്ലെന്നാണ് നേഴ്സ് പറഞ്ഞത്, ഇത് സർവ്വസാധാരണമായിട്ട് അങ്ങനെ ഉണ്ടാകാറുള്ളതാണ് ഇങ്ങനെ ഒരു സ്റ്റേജിൽ എന്നാ പറഞ്ഞത് എന്ന് പറഞ്ഞപ്പോഴേക്കും ഡോക്ടറും നേഴ്സും ICUയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നത് അനൂപ് കണ്ടു. ഉടനെ തന്നെ അനൂപ് വേഗം ഡോക്ടർ അരികിലേക്ക് ചെന്നു. ഡോക്ടർ, ഇപ്പോൾ ആതിരയ്ക്ക് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ആതിരയ്ക്ക് ഇപ്പോഴത്തെ കണ്ടീഷനിൽ ബ്ലീഡിംഗ് ഉണ്ടായത് കൊണ്ടാണ് കുറച്ച് ക്രിട്ടിക്കലായി മാറിയിരിക്കുന്നത്. ഇനിയിപ്പോ ഒരു നോർമൽ ഡെലിവറി എന്തായാലും ആതിരയ്ക്ക് സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിൽ ഇങ്ങനെ സംഭവിച്ചതുകൊണ്ട് ഇവിടെ തൽക്കാലം ആതിര അഡ്മിറ്റ് ആവട്ടെ. കാരണം ബ്ലഡ് വല്ലാതെ നഷ്ടമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് കൂടുതൽ റിസ്ക് ആണ്. പിന്നെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു നോർമൽ ഡെലിവറി എന്തായാലും നടക്കില്ല. അതുകൊണ്ട് തന്നെ സിസേറിയൻ തന്നെയാണ് ഇനി ഏക മാർഗം. അങ്ങനെ കുഞ്ഞിനെ പുറത്തെടുക്കാൻ കഴിയുകയുള്ളൂ. ഇനി അതിനെക്കുറിച്ച് മറ്റു നമുക്ക് ചിന്തിക്കാൻ കഴിയൂ. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ അതും സാധ്യമല്ല. കാരണം BP വല്ലാതെ ലോ ആയിക്കൊണ്ടിരിക്കുകയാണ് ആതിരയ്ക്ക്. അതുപോലെ തന്നെ കുട്ടിയെ സിസേറിയനിലൂടെ പുറത്തെടുക്കാമെന്ന് കരുതിയാൽ തന്നെ കുഞ്ഞ് തല തിരിഞ്ഞാണ് ഇപ്പോഴിരിക്കുന്നത്. യൂട്രസിന്റെ കണ്ടീഷൻ ആ രീതിയിലാണ്. പ്ലാസന്റയ്ക്ക് കട്ടി കൂടിയത് കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ബ്ലീഡിംഗ് ഉണ്ടാകാനുള്ള കാരണം. അങ്ങനെ കുറച്ചേറെ കോംപ്ലിക്കേഷൻസ് ഇപ്പോൾ തന്നെ നിലവിലുണ്ട്. എന്തായാലും നന്നായിട്ട് പ്രാർത്ഥിക്കാം. പിന്നെ ഇപ്പോഴത്തെ കണ്ടീഷൻ എങ്ങനെയാണ് ഡോക്ടർ, ഇപ്പോൾ എങ്ങനെയുണ്ട് അതിരിക്കുക എന്ന് സച്ചി അന്വേഷിച്ചപ്പം വന്നതിനേക്കാളും ബെറ്റർ ആയിട്ടുണ്ട്. എന്തായാലും BP ലോ ആയിക്കൊണ്ടിരിക്കുന്നതാണ് കുഴപ്പം. അതിങ്ങനെ വേരിയേഷൻസ് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും കുറച്ചു നേരം കൂടി നമുക്ക് നോക്കാം. അതിനുശേഷം എന്തായാലും ഇനി എന്തെങ്കിലും ഒരു തീരുമാനത്തിലേക്ക് എത്താൻ കഴിയും. അല്ല, ഇതിലേതാ ആതിരയുടെ ഹസ്ബൻഡ് എന്ന് ചോദിച്ചതും സന്ദീപ് അരികിലേക്ക് വന്ന് പറഞ്ഞു, ഞാനാണ് ഡോക്ടർ. അപ്പോഴേക്കും സന്ദീപിനെ നോക്കിയിട്ട് ഡോക്ടർ പറഞ്ഞു, എന്നാ അല്പം കഴിയുമ്പോഴേക്കും സന്ദീപ് എൻ്റെ ക്യാബിനിലേക്ക് ഒന്ന് വരണം, ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് അറിയിച്ചു. ശരി ഡോക്ടർ എന്ന് പറഞ്ഞ് സന്ദീപ് ആകെ ടെൻഷനോടെ അങ്ങനെ നിൽക്കുമ്പോൾ ഡോക്ടർ പോയതിനു ശേഷം ആകെ ആശങ്കയിലായി എല്ലാവരും.
ഇനിയിപ്പോൾ എന്താ സംഭവിക്കുകയെന്നും ആതിരയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ വെച്ച് ഇനി എന്താ ഉണ്ടാവുക, കുഞ്ഞിന് എന്തെങ്കിലും ആപത്തുണ്ടാവുമോ, അങ്ങനെയൊക്കെയുള്ള ആധി എല്ലാവരുടെയും മനസ്സിനെ അലട്ടി. സന്ദീപ് ആകെ വിഷമത്തോടെ ഐസിയുവിന് വാതിൽക്കൽ ചെന്ന് നിന്ന് ആകെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ പൊട്ടിക്കരയുമ്പോൾ ആതിരയും കുഞ്ഞിനെയും ഓർത്ത് സന്ദീപ് ആകെ ടെൻഷനാവുന്നത് കണ്ട് അനൂപേട്ടനും ദയാനന്ദ മാഷും സന്ദീപിനെ ആശ്വസിപ്പിക്കണം. അപ്പോഴാണ് അർച്ചന അമ്മയുടെ കരച്ചിൽ കണ്ട് തൽക്കാലം വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് ഡോക്ടർ പറഞ്ഞതിന്റെ സമാധാനത്തിൽ അമ്മയെ സമാധാനിപ്പിച്ചുകൊണ്ട് അർച്ചന അവിടുന്ന് മടങ്ങി. പിന്നീട് കാണുന്നത് നെല്ലിശ്ശേരിയിൽ തന്റെ റൂമിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള തയ്യാറെടുപ്പ് നടത്തി അങ്ങനെ ധനുഷ് നിൽക്കുമ്പോൾ ധനുഷിനെ കാണാനായി അവിടേക്ക് അർച്ചന എത്തുന്നു. അർച്ചന അരികിൽ വന്ന് പതുക്കെ ഒന്ന് ചുമക്കുന്ന ശബ്ദം കേട്ടതും ആഹാ ഇതാരാ, അർച്ചന മേടോ എന്ന് പിന്തിരിഞ്ഞു നോക്കിയ ധനുഷ് വലിയ സന്തോഷത്തോടെ അന്വേഷിച്ചു. അപ്പോഴേക്കും അർച്ചന ചോദിച്ചു, കൊള്ളാല്ലേ ഈ റൂം, ഇത് നല്ല സുഖമുണ്ടല്ലേ ഇപ്പൊ ഈ റൂമിൽ കഴിയാൻ എന്ന് ചോദിച്ചപ്പോൾ അടിപൊളിയാ എന്ന് ധനുഷ് മറുപടി നൽകിയപ്പോൾ അർച്ചന പറഞ്ഞു, എന്നെ വിവാഹം കഴിച്ച് ഇവിടേക്ക് കൊണ്ടുവന്ന സമയത്ത് ഇത് ഉള്ള വേസ്റ്റ് എല്ലാം ഇടുന്ന ഒരു സ്റ്റോർ റൂം മാത്രം ആയിരുന്നു ഈ റൂം. പിന്നെ നന്ദേട്ടൻ വന്ന് പറഞ്ഞു ഇവിടെ ഒരാള് താമസത്തിന് വരാൻ പോകുന്നെന്നും റൂം വൃത്തിയാക്കണമെന്നും. അപ്പോൾ വീട്ടിലുള്ള എല്ലാവരും സന്തോഷിച്ചു. എന്തായാലും ഇതൊരു സ്റ്റോർ റൂമായിട്ട് ഈ വേസ്റ്റുകളൊക്കെ അടിച്ചിടുന്നതിനേക്കാളും ഭേദം നല്ലൊരു റൂമായി കാണുമല്ലോ എന്ന് കരുതി. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ നന്ദേട്ടൻ കൊണ്ടുവന്ന് വിട്ടത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ വേസ്റ്റിനെയാണെന്നുള്ള കാര്യം പിന്നീടല്ലേ മനസ്സിലായത് എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ധനുഷ് പറഞ്ഞു, അതെ അർച്ചന മേഡം കേട്ടിട്ടില്ലേ, ഈ പാഴ്വസ്തുക്കളാണ് പിന്നീട് മറ്റു പലതിനും വളവായി മാറുന്നതെന്ന്. ഈ വേസ്റ്റുകളാണ് മറ്റു പലതിനെയും വളക്കൂറുള്ളതാക്കി മാറ്റുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ വേസ്റ്റ് ഇവിടെ വന്നിട്ട് ഇത് നല്ല വളക്കൂറുള്ള മണ്ണാണെന്ന് മനസ്സിലായി. അതുകൊണ്ട് ഈ വളക്കൂറുള്ള മണ്ണിലേടെ എൻ്റെ ഈ വേസ്റ്റിൻ്റെ വേരുകൾ ഇങ്ങനെ ആഴത്തിൽ ആഴ്ന്നിറങ്ങുകയാണ്. ഇനി പതിയെ എല്ലാം ഒന്ന് ഉഴുത് കിളച്ച് മറിച്ചെടുത്ത് അതിൽ നിന്ന് എല്ലാ ധാന്യങ്ങളും അങ്ങ് ശേഖരിക്കണം. നന്നായിട്ടൊന്ന് കിളച്ചുഴുതെടുക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് ധനുഷ് അർച്ചനയോട് പറഞ്ഞു. മൊത്തത്തിലൊക്കെ അങ്ങനെ ഒന്ന് ഉഴുതു മറിച്ചിട്ട് വേണം എനിക്ക് അതിൽ നിന്ന് വിളവെടുപ്പാൻ. പിന്നെ എന്നെ പോലെ ഇതുപോലെ ഒരു പേസ്റ്റ് ആണെന്ന് പറഞ്ഞ അർച്ചന മേഡം പറഞ്ഞ അങ്ങനെ ഒരാള് ഇവിടെ വന്ന് ഈ വീട്ടിൽ ഇത്രയേറെ സ്വാതന്ത്ര്യം കാട്ടുകയും ഈ വീട്ടിലെ ഒരു പെൺകുട്ടിയെ തന്നെ വിവാഹം കഴിപ്പിച്ചു തരുന്ന അവസ്ഥയിലേക്ക് ഇവിടെയുള്ളവരുടെ എല്ലാവരുടെയും മനസ്സ് കീഴടക്കാനും കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അർച്ചന മേഡത്തിന്റെ ഹസ്ബൻഡ് ഉൾപ്പെടെ ഉള്ള ഈ വീട്ടിലുള്ള ആണുങ്ങളുടെ എല്ലാം കഴിവുകേടാണെന്ന് മാത്രമേ ഞാൻ പറയൂ എന്ന് ധനുഷ് പറയുമ്പോൾ അത് കേട്ട അർച്ചന ദേഷ്യത്തോടെ ധനുഷിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു, ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളിങ്ങനെ ഓരോന്ന് സംസാരിച്ച് നിൽക്കാൻ പോവുകയാണെങ്കിൽ നമ്മൾ രണ്ടുപേരും കട്ടയ്ക്ക് അങ്ങനെ നിൽക്കും. അതുകൊണ്ട് തൽക്കാലം അർച്ചന മേഡം ഇവിടെ വന്നത് ആവശ്യം എന്താണെന്ന് തൽക്കാലം എന്നോട് പറഞ്ഞിട്ട് ഇവിടുന്ന് പോകുന്നതായിരിക്കും മേഡത്തിന് നല്ലതെന്ന് പറഞ്ഞപ്പോ അർച്ചന പറഞ്ഞു, ഓ അതെ, ഞാനിപ്പോ എന്തായാലും എന്റെ കാര്യം കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോകും. ഞാൻ ഇങ്ങോട്ട് വന്നത് ആവശ്യത്തിനല്ല, ഒരു കൂട്ടം കാണിക്കാനാണ്. പക്ഷെ ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പോഴുള്ള നിന്റെ ഈ അവസ്ഥ വളരെ ദയനീയമായിരിക്കും, അതേ ഉള്ളൂ എന്ന് പറഞ്ഞപ്പോ ഉടനെ ധനുഷ് ചോദിച്ചു, ഓഹോ അങ്ങനെയാണോ? അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, ഞാൻ വന്നതേ പറയാനല്ല കാണിക്കാനാണെന്ന് പറഞ്ഞു. ഇത് ധനുഷിന്റെ മാലയാണോ എന്ന് ചോദിച്ചു. എന്റെ കയ്യിലിരുന്ന ആ മാല ധനുഷിനെ കാണിച്ചിട്ട് അർച്ചന അന്വേഷിച്ചപ്പോഴേക്കും ധനുഷ് പറഞ്ഞു, ആഹാ ഇത് എന്റെ മാല തന്നെയാ. എനിക്കിത് കുറച്ചു ദിവസമായി നഷ്ടമായിട്ടിരിക്കുകയായിരുന്നു. ഇനി ഇത് കിട്ടില്ലേ എന്ന് പോലും ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ചിരുന്ന എന്ന് പറഞ്ഞപ്പം അർച്ചന പറഞ്ഞു, ആഹാ അങ്ങനെയാണോ, എന്നാ ഇത് പിടിച്ചോ എന്ന് പറഞ്ഞ് ആ മാല ധനുഷിന്റെ കയ്യിലേക്ക് കൊടുത്തു. ധനുഷ് വളരെ സന്തോഷത്തോടെ താങ്ക്സ്, ഈ മാല എനിക്ക് തിരിച്ചു തരാൻ വന്നതാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടോ. എന്തായാലും ഈ മാല എനിക്ക് തിരിച്ചു തന്നതിൽ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ. ഇത് എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാള് എനിക്ക് സമ്മാനിച്ച മാലയാണ്. അതുകൊണ്ട് ഇതെനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ട മാലയാ. അല്ല അതുകൊണ്ട് എനിക്ക് മേഡം ഈ മാല തന്നത് കൊണ്ട് മേഡത്തിന് എന്താ വേണ്ടതെന്ന് വെച്ചാ എന്നോട് ചോദിച്ചു. ഈ മാല എനിക്ക് കൊണ്ട് തന്നതിന് പ്രത്യുപകാരമായിട്ട് എന്ത് ചോദിച്ചാലും ഞാൻ തരും. അത് കേട്ടതും അർച്ചന ധനുഷ് നോക്കിയിട്ട് അല്പനേരം ഒന്ന് പുഞ്ചിരിച്ചു. ധനുഷ് തന്റെ മാല തിരികെ കിട്ടിയ സന്തോഷത്തിൽ അങ്ങനെ മതിമറന്ന് നിൽക്കുമ്പോൾ അർച്ചന പറഞ്ഞു, അങ്ങനെയാണെങ്കിലേ കുറച്ചു മുമ്പ് ധനുഷ് പറഞ്ഞില്ലേ തന്റെ ഉള്ളം കൈയിൽ വെച്ച് നടക്കുന്ന ഒരു പെൺകുട്ടിയെ കുറിച്ച്, ആ പെൺകുട്ടിയെ ആ ഉള്ളം കൈയിൽ നിന്നെടുത്ത് എന്റെ ഈ ഉള്ളം കൈയിലേക്ക് ഇങ്ങ് വെച്ച് തരണം. അത് മാത്രം പോരാ, ധനുഷിനെ പിന്നെ
ഈ നാട്ടിൽ പോലും നിന്നെ കണ്ടുപോകരുത്. എന്നേക്കുമായി ഈ നാട് വിട്ടു പോകണം. എന്താ അത് സമ്മതമാണോ എന്ന് അർച്ചന ചോദിച്ചതും ധനുഷ് അരികിലേക്ക് എത്തി ചിരിച്ചുകൊണ്ട് ചോദിച്ചു, എന്താ ഈ പറയുന്നത്? ഒരു 2.5 പവന്റെ മാലയ്ക്ക് വേണ്ടി ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയെയാണ് വിട്ടുതരാൻ പറയുന്നത്. കൊള്ളാം. അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല എന്ന് അറിയാമായിരുന്നിട്ട് പോലും വെറുതെ എന്നോട് ഇത് ചോദിച്ചത് എന്തിനാ അർച്ചന മേഡം എന്ന് ചോദിച്ച്, ഇത് വലിയൊരു മണ്ടത്തരമായി പോയി കേട്ടോ, ഭൂലോക മണ്ടത്തരം തന്നെ എന്ന് പറഞ്ഞ് ധനുഷ് അർച്ചനയെ നോക്കി അങ്ങനെ ചിരിക്കുമ്പോഴേക്കും അർച്ചന പറഞ്ഞു, എന്നാലേ ഞാൻ ചോദിച്ചത് ധനുഷിന്റെ മറുപടി എന്തായിരിക്കും എനിക്കറിയാമായിരുന്നു. പക്ഷേ വേറൊരു കാര്യം കൂടിയുണ്ട്. ഈ മാലേ എന്റെ കയ്യിലല്ല സത്യത്തിൽ കിട്ടിയത്. എനിക്ക് ഈ മാല കിട്ടിയത് ഇവിടെ നിന്നെങ്ങും അല്ല താനും. ഈ മാല ശരിക്കും കിട്ടിയതേ കേരള പോലീസിനാണ് എന്ന് പറഞ്ഞത് ധനുഷ് ആകെ ഞെട്ടി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അത് ഇതാ എവിടെ നിന്നാ കിട്ടിയെന്ന കാര്യത്തിലാണ് അതിലും വലിയ രസം. അതെ, ഇവിടെ കുറച്ചുനാൾ മുമ്പ് ഈ കുടുംബത്തുള്ള എല്ലാവരെയും ഒന്നിച്ച് കൊല്ലാനായി ശ്രമിച്ച ഒരു പ്രതി ഉണ്ടായിരുന്നല്ലോ, അജയൻ എന്ന് പറഞ്ഞ ആ അജയന്റെ ഡെഡ് ബോഡിയിൽ നിന്നാണ് ഈ മാല കിട്ടിയത്. അത് കേട്ടതും ധനുഷ് ആകെ ഭയന്ന് വിറച്ച് അർച്ചനയെ നോക്കി. അപ്പോഴേക്കും അർച്ചന പറഞ്ഞു, അതെ, ഇത് എന്നെ വിളിച്ച് ACP ആണ് ഈ മാലയെ കുറിച്ച് പറഞ്ഞത്. എൻ്റെ കൂട്ടുകാരി ഉണ്ടല്ലോ ശാലിനി, കളക്ടറായിട്ടുള്ള ആ ശാലിനി മുഖേനയാണ് ACP എന്നെ വിളിച്ച് ഈ മാലയുടെ വിവരം എന്നോട് പറഞ്ഞത്. ഇത് എനിക്ക് എവിടെ ആരുടെയെങ്കിലും കയ്യിൽ കണ്ട് പരിചയമുണ്ടോ എന്ന് എന്നോട് ചോദിച്ചു. ഞാൻ ഈ ഫോട്ടോ കാണിച്ചതും നമ്മുടെ അനഘയ്ക്കൊരു സംശയം. അത് സംശയമല്ല, അവൾ തീർത്തും ഉറപ്പ് പറഞ്ഞു ഇത് ധനുഷിന്റെ മാലയാണെന്ന്. അപ്പൊ പിന്നെ ഞാൻ കരുതി ഇത് ധനുഷിന്റെ ഒന്ന് കാണിച്ചു നോക്കാമെന്ന്. സത്യത്തിലേ ഇത് ഡ്യൂപ്ലിക്കേറ്റാ. ഇതിന്റെ ഒറിജിനല് ACP സാറിന്റെ കയ്യിലുണ്ട്. പിന്നെ ധനുഷ് എന്തിനാണ് അജയനെ കൊന്നതെന്ന കാര്യമൊന്നും എനിക്ക് സത്യത്തിൽ അറിയേണ്ട ആവശ്യമില്ല. അത് പിന്നെ പോലീസുകാർ വന്ന് അന്വേഷിച്ചോളും. പക്ഷേ ഞാനിപ്പോ ഇങ്ങനെ ഒരു മാല കൊണ്ടുവന്ന് ധനുഷ് ഇതിന്റെ പ്രതിയാണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞത് ധനുഷിന് മനസ്സിലായല്ലോ. ഇനിയിപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ അവര് വന്ന് ചോദിക്കുമ്പോ ധനുഷ് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അർച്ചന ചിരിച്ചുകൊണ്ട് പോകാൻ തുടങ്ങുമ്പോ ഉടനെ ധനുഷ് പറഞ്ഞു, അതിന് ഈ മാല എന്റെ അല്ലല്ലോ, ഈ മാല എന്റേതല്ല എന്ന് ഞാൻ തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നേ ഇവിടെയുള്ളൂ. ഇതും വെച്ചിട്ടാണോ അർച്ചന മേഡം എന്നെ പൂട്ടാനായിട്ട് ഇറങ്ങിയിരിക്കുന്നത് എന്ന് ധനുഷ് ചോദിച്ചതും അർച്ചന ചിരിച്ചുകൊണ്ട് ധനുഷിന്റെ നേരെ ചെന്നു. അതെ, ഇതുപോലെ എത്രയോ ആളുകൾക്ക് ഇതുപോലെയുള്ള മാലകൾ കാണും. ഞാനിത് എന്റേതല്ല എന്ന് തുറന്നു പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഇവിടെയുള്ളൂ. അതോടെ അവസാനിക്കും ഈ അന്വേഷണവും എന്ന് ധനുഷ് പറഞ്ഞപ്പോ അർച്ചന ചിരിച്ചുകൊണ്ട് അരികിലേക്ക് എന്നിട്ട് പറഞ്ഞു, അതോടെ തീരുവെന്നോ? എന്നാ ശരി, ഇതൊന്ന് നോക്കിക്കേ എന്ന് പറഞ്ഞ് അർച്ചന തന്റെ ഫോണിലുള്ള ആ ഒരു ഫോട്ടോ എടുത്ത് ധനുഷിനെ കാണിച്ചു. ധനുഷ് ആ മാലയും കടിച്ചു പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ അർച്ചനയുടെ മൊബൈലിൽ കണ്ടതോടെ ധനുഷ് ആകെ ടെൻഷനിലായി. തന്റെ കഴുത്തിൽ ആ മാല കിടന്നിരുന്നതും അത് കടിച്ചു പിടിച്ചെടുത്ത ഒരു ഫോട്ടോയും കൃത്യമായ ധനുഷിന് നേരെ കാട്ടിയിട്ട് അർച്ചന ചോദിച്ചു, ഇതേ നെല്ലിശ്ശേരി ഗ്രൂപ്പ് ഓഫ് കമ്പനീസില് അവിടുത്തെ വൈസ് പ്രസിഡന്റായി ജോയിൻ ചെയ്തപ്പോൾ മുതല് അന്ന് ഈ സന്തോഷ വാർത്ത ഫ്രണ്ട്സിനോട് എല്ലാവരോടും അറിയിക്കാനായിട്ട് സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്ത ഫോട്ടോ ആയത്. അന്നത്തെ ആ ഫോട്ടോയിൽ കഴുത്തിൽ കിടന്ന് ഇങ്ങനെ മിന്നിത്തിളങ്ങുന്നതാണ് ഈ ഡ്യൂപ്ലിക്കേറ്റിന്റെ ഒറിജിനല്. ഈ ഒരു ഫോട്ടോയും എന്റെയും അനഘയുടെയും മൊഴിയും പിന്നെ കളക്ടർ ശാലിനിയുടെ ഒരു ഫോൺ കോളും ഇത്ര മാത്രം മതി മോനെ നിന്നെ പിടികൂടാൻ. പിന്നെ ഒരു 12 വർഷം അത് സുഖമായിട്ട് ജയിലിൽ കിടക്കാം എന്ന് അർച്ചന ധനുഷിനോട് പറഞ്ഞു. 12 വർഷം എങ്കിലും മിനിമം കിട്ടും ഈ ഒരു കാര്യത്തിന്. പിന്നെ പുറം ലോകം കാണണമെങ്കിൽ 12 വർഷം നമുക്ക് അകത്ത് കിടന്ന് അങ്ങനെ ഈ ചെയ്തു പോയ കാര്യങ്ങളൊക്കെ ഓർക്കാം. ഇതാണ് ഞാനിപ്പോ ധനുഷിനോട് പറയാൻ വന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ ഞാനത് തീർച്ചയായിട്ടും അർച്ചനയോട് ശാലിനിയോട് ഈ കാര്യം ഞാൻ തുറന്നു പറയാന്നുള്ള കാര്യത്തിലും ധനുഷിന് യാതൊരു സംശയവുമില്ലല്ലോ ഇപ്പോൾ ഈ ഒരു പ്രതിസന്ധിയിൽ. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ധനുഷിന് ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാത്രം ഇതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. അല്ലെങ്കിൽ ഈ നിമിഷം തന്നെ ഞാൻ ACBയെ വിളിച്ച് ഇത് ധനുഷിന്റെ മാലയാണെന്നുള്ള വിവരം ഞാൻ സാറിനോട് പറയും. ഇതിന്റെ ഒറിജിനൽ ACBയുടെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാർത്ത അറിയുന്ന ആ നിമിഷം ധനുഷിനെ അറസ്റ്റ് ചെയ്യാനേ അവരിവിടെ എത്തും. അല്ല, ഞാൻ എന്തായാലും എനിക്കറിയേണ്ട കാര്യമില്ല, എങ്കിലും ഞാൻ വെറുതെ ചോദിക്കുക, അജയനുമായിട്ട് ധനുഷിന് എന്താണ് ഇത്ര വലിയ വൈരാഗ്യം? നിങ്ങൾ തമ്മിൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചതും നീ ധനുഷിന് ആ അജയനെ കൊല്ലത്തക്ക രീതിയിലുള്ള എന്ത് വൈരാഗ്യമാ നിങ്ങൾക്കിടയിലുള്ളത് എന്ന് അർച്ചന അന്വേഷിച്ചു.
അപ്പോഴേക്കും ധനുഷ് പറഞ്ഞു, ഞാനല്ല അച്ഛനെ കൊന്നത്, അത് മറ്റൊരാളാണ് എന്ന് പറഞ്ഞു. ഞാനെല്ലാം പറയാം എന്ന് പറഞ്ഞ് ആകെ ഭയന്ന് വിറച്ച് ധനുഷ് പറയുന്നത് കേട്ട് അർച്ചന പറഞ്ഞു, വേണ്ട, ഇനി എന്നോട് അതിനെക്കുറിച്ച് കൂടുതലൊന്നും എന്നോട് പറയണമെന്നില്ല. വേറൊരാളെന്ന് പറഞ്ഞപ്പോൾ തന്നെ അതാരാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കുകയൊന്നും വേണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറഞ്ഞ കാര്യം, സ്നേഹയെ മറന്ന് ഈ നാട്ടിൽ നിന്ന് പോകാൻ ധനുഷ് തയ്യാറാണെങ്കിൽ, ഞാൻ മുമ്പ് പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇക്കാര്യം ഞാൻ തൽക്കാലം പറയുന്നില്ലെന്ന് വെക്കാം. എന്താ ധനുഷ് അതിന് തയ്യാറാണോ എന്ന് ചോദിച്ചതും ഉടനെ ധനുഷ് പറഞ്ഞു, അർച്ചന മാഡം എന്നെ രക്ഷിക്കണം. ഈ മാല എന്റേതാണെന്നുള്ള കാര്യം ഒരു കാരണവശാലും പോലീസിനോട് പറയരുത്. ഞാൻ എല്ലാത്തിനും സമ്മതിക്കുന്നു. ഞാൻ ഈ നാട് തന്നെ വിട്ടു പോയിക്കോളാം. സ്നേഹമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് ഞാൻ മാറിക്കോളാം. ഇത് കേട്ടതും അർച്ചന ചോദിച്ചു, ഇത് സത്യം തന്നെയാണോ? നീ പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ലാത്ത ഭൂലോക ഫ്രോഡായിട്ടുള്ള നിന്റെ വാക്കുകൾ ഞാൻ എങ്ങനെ വിശ്വസിക്കും എന്ന് ചോദിച്ചപ്പോ ഉടനെ ധനുഷ് പറഞ്ഞു, അർച്ചന മാഡം വിശ്വസിക്കണം, ഞാൻ പോയിക്കോളാം. സ്നേഹമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്തോളാം. ഈ നാട്ടിൽ പോലും ഞാൻ ഉണ്ടാവില്ല. രണ്ട് ദിവസം മാത്രം സാവകാശം എനിക്ക് തന്നാൽ മതി. 3-ാമത്തെ ദിവസം ഞാൻ ഈ നാട് വിട്ടു പോയിരിക്കും. അത് കേട്ടതും അർച്ചന പറഞ്ഞു, ശരി, 48 മണിക്കൂർ ഞാൻ നിനക്ക് തരാം. 49-ാമത്തെ മണിക്കൂർ നീ വീണ്ടും ഇവിടെ ഉണ്ടെന്ന് കണ്ടാൽ പിന്നെ എന്റെ കൂടെ ഞാൻ പറഞ്ഞതുപോലെ ആ പോലീസുകാരുണ്ടായിരിക്കും. പിന്നെ നീ ഈ 2 ദിവസത്തിനുള്ളിൽ ഈ തെളിവുകൾ നശിപ്പിക്കാനോ മറ്റെന്തെങ്കിലും തന്ത്രങ്ങൾ മെനയാനോ നീ ശ്രമിച്ചാൽ അറിയാവല്ലോ, ഞാൻ പറഞ്ഞതുപോലെ സംഭവിക്കും. അതിൽ യാതൊരു മാറ്റവുമില്ല എന്ന് ധനുഷിനോട് പറഞ്ഞ് അർച്ചന ആ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോൾ ധനുഷ് താൻ വലിയൊരു മണ്ടത്തരമാണല്ലോ കാണിച്ചെന്നും താൻ ഇതോടെ കുടുങ്ങുമല്ലോ എന്ന ടെൻഷനിൽ ആകെ മനസ്സ് തകർന്ന് ധനുഷ് തന്റെ കയ്യിലിരുന്ന ആ ഡ്യൂപ്ലിക്കേറ്റ് മാല ദൂരേക്ക് ആ തറയിലേക്ക് വലിച്ചെറിഞ്ഞു. അതിനുശേഷം കുറച്ചു നേരത്തേക്ക് ചിന്തിച്ചിട്ട് വേഗം തന്റെ ഫോൺ എടുത്ത് അവന്തികയെ വിളിച്ചു. കാണണം, അത്യാവശ്യമാണ് എന്ന് ധനുഷ് ദേഷ്യത്തോടെ പറയുന്നു. അതിനുശേഷം ACP അന്വേഷണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന നേരത്ത് ACP കാർത്തികിന്റെ ഫോണിലേക്ക് അർച്ചന വിളിച്ചു. കോൾ എടുത്ത ഉടനെ കാർത്തിക് ആരാണെന്ന് അറിയാനായി സംസാരിച്ചതും അർച്ചന പറഞ്ഞു, സാർ, ഞാൻ അല്പം മുമ്പ് വിളിച്ച അർച്ചനയാണ്. സാറ് കുറച്ചു മുമ്പ് കളക്ടർ മാഡം പറഞ്ഞിട്ട് വിളിച്ചിരുന്നില്ലേ? ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചാണ് സാർ എന്ന് പറഞ്ഞതും, എന്താ അർച്ചന? അർച്ചനയ്ക്ക് ആ മാല ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞോ? അർച്ചനയ്ക്ക് ആ മാല ആരുടെയെങ്കിലും കയ്യിലുള്ളതായിട്ട് മുമ്പ് എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അർച്ചന പറഞ്ഞു, ഇല്ല സാർ, ആ മാലയെക്കുറിച്ച് എനിക്കൊന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. അതാരുടെയും കഴുത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല. പക്ഷെ ഞാൻ വിളിച്ചു സാർ, അത് അജയന്റെ തന്നെ ബോഡിയാണെന്ന് സ്ഥിരീകരിച്ചു സാർ എന്ന് ചോദിച്ചപ്പോൾ കാർത്തിക് പറഞ്ഞു, ഇല്ല, അത് ഫ്രണ്ട്സും റിലേറ്റീവ്സും വന്ന് ഐഡന്റിഫൈ ചെയ്യാൻ ശ്രമിച്ചിട്ട് സാധിച്ചില്ല. ഇത്രയും ദിവസത്തെ പഴക്കമുള്ളതുകൊണ്ട് ഇനി ഫോറൻസിക് ലാബിൽ നിന്ന് കിട്ടുന്ന റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ അത് അജയന്റേതാണോ എന്ന് പ്രൂവ് ചെയ്യാൻ കഴിയൂ. പക്ഷെ ആ മാല അജയന്റേതല്ല എന്ന് അവർ ഐഡന്റിഫൈ ചെയ്തു കഴിഞ്ഞു. അപ്പോ ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് അല്ലെങ്കിൽ മരണവെപ്രാളത്തിനിടയിൽ തന്നെ അപായപ്പെടുത്താനെത്തിയ ആളുടെ കയ്യിൽ നിന്ന് ആളുടെ കഴുത്തിൽ നിന്ന് അജയൻ വലിച്ചു പൊട്ടിച്ചതായിരിക്കാം ഈ മാല എന്ന് കാർത്തിക പറയുന്നത് കേട്ട് അർച്ചന ഞെട്ടലോടെ കേൾക്കുന്നു. അർച്ചനയും ശശിയും കാർത്തികന്റെ വാക്കുകൾ കേട്ട് ഭയന്ന് വിറച്ച് പരസ്പരം അങ്ങനെ നോക്കിയിരുന്നു. പിന്നീട് അർച്ചനയും ശശിയും കാർത്തികിന്റെ വാക്കുകളിൽ നിന്ന് കേട്ട് ആകെ ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുമ്പോൾ ധനുഷ് തന്റെ ഈ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം എന്നതിനെ കുറിച്ച് ആലോചിച്ചു. അപ്പോഴാണ് പുറത്തു വെച്ച് ഉടനെ തന്നെ കാണാമെന്ന് അവന്തിക പറഞ്ഞതനുസരിച്ച് ധനുഷ് തന്റെ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പുറപ്പെട്ടത്. അവന്തിക ഈ സമയം നന്ദന്റെ കണ്ണു വെട്ടിച്ച് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കഴിഞ്ഞു. ധനുഷ് പറഞ്ഞ സ്ഥലത്തേക്ക് അവന്തിക എത്തിച്ചേർന്നത് ധനുഷ് അവന്തികയെ തന്നെ അവിടെ കാത്തു നിന്നത് കൊണ്ട് അരികിലേക്ക് എത്തിയ അവന്തിക ചോദിച്ചു, എന്താ ധനുഷ്, നീ എന്താ പുതിയ എന്തെങ്കിലും പദ്ധതിയുമായിട്ട് ഇറങ്ങിയതാണോ? അതോ ഇനി എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏതെങ്കിലും എടാകൂടം നീ ഒപ്പിച്ചു വെച്ചിട്ടുണ്ടോ ധനുഷ് എന്ന് ചോദിച്ചപ്പോ ധനുഷ് പറഞ്ഞു, അവന്തിക, ഒരു പ്രശ്നമുണ്ട്. ഇനി എനിക്ക് നെല്ലിശ്ശേരി നിൽക്കാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അർച്ചന എന്നെ കാണാൻ വന്നിരുന്നു. അജയന്റെ ഡെഡ് ബോഡി പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഇവിടെ അടുത്തുള്ള ഏതോ ഒരു പാറക്കെട്ടിൽ നിന്നാണ് ആ ശവശരീരം കണ്ടെത്തിയത്. അതിൽ നിന്ന് കിട്ടിയ ഒരു മാല അത് ആരുടേതാണ് എന്ന് പോലീസ് അന്വേഷണം നടത്തുകയാണ്. എന്റെ മാലയാണെന്നുള്ള കാര്യം അർച്ചന എന്നെ മനസ്സിലാക്കി എന്റെ അടുത്ത് വന്ന് അതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. അബദ്ധത്തിൽ
എനിക്ക് അത് സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. ഇപ്പോ അർച്ചനയുടെ ഭീഷണിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഉടനെ തന്നെ ഈ നാട് വിട്ടു പോയില്ലെങ്കിൽ, സ്നേഹയുമായിട്ടുള്ള വിവാഹത്തിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ ഞാൻ പോലീസ് പിടിയിൽ അകപ്പെടുമെന്നാണ് അർച്ചനയുടെ ഭീഷണി. ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ഇവിടെ നിന്ന് മാറി നിൽക്കുന്നത് അത് നിനക്ക് തന്നെ വളരെയേറെ ദോഷം ചെയ്യും അവന്തിക. അതുകൊണ്ട് ഈ പ്രശ്നത്തെ എങ്ങനെയെങ്കിലും കൈകാര്യം ചെയ്യണം. ഇവിടെ നിന്ന് മാറി നിൽക്കാന്ന് എന്നെ ഭീഷണിപ്പെടുത്തി പറഞ്ഞ അർച്ചനയുടെ വാക്കുകൾ അത് എനിക്ക് മുഖവിലയ്ക്ക് എടുക്കാതിരിക്കാനാവില്ല. അതുകൊണ്ട് തന്നെ അവൾ ഒരു ചെറുവിരൽ പോലും എനിക്കെതിരെ അനക്കാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഉടനെ ചെയ്തേ തീരൂ. മാത്രവുമല്ല, ഇപ്പോഴത്തെ ഈ അവസ്ഥയിൽ പോലീസ് അന്വേഷണവുമായി എത്തിക്കഴിഞ്ഞാൽ സ്നേഹയുടെയും വീട്ടുകാരുടെയും വിശ്വാസങ്ങളും അതോടെ തകരും. പിന്നെ ഈ ഒരു കാര്യം ഒരിക്കലും സാധിച്ചെടുക്കാൻ കഴിയില്ല. നമ്മുടെ ലക്ഷ്യങ്ങൾ അതോടെ അവസാനിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ നീക്കങ്ങൾ തകർന്നു പോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോ ഈ സത്യം ഒരു കാരണവശാലും പുറലോകം അറിയരുത്. അതുകൊണ്ട് തന്നെ എനിക്കെതിരെയുള്ള അന്വേഷണം ഈ നിമിഷം തന്നെ അവസാനിപ്പിക്കണം. അവന്തിക, നീ വിചാരിച്ചാൽ എന്തെങ്കിലും സാധിക്കില്ലേ എന്ന് അവന്തികയോട് ധനുഷ് അന്വേഷിച്ചു. അത് കേട്ടതും ധനുഷ് പറഞ്ഞു, ഏയ്, എനിക്ക് തൽക്കാലം നീ ഇവിടെ നിന്ന് പോകുന്നതിൽ എനിക്ക് പ്രശ്നമൊന്നും തന്നെയില്ല. സത്യത്തിൽ നീ ഇവിടെ നിൽക്കുന്നതാണ് എനിക്ക് തലവേദന എന്ന് വേണം പറയുവാൻ. അതുകൊണ്ട് തന്നെ ഇപ്പോ നീ ഇവിടെ നിന്ന് പോകുന്നത് കൊണ്ട് എനിക്ക് വേറെ നഷ്ടങ്ങളൊന്നുമില്ല. ഇത്രയും നാളും ഈ അവന്തിക തനിച്ചായിരുന്നു. ഇനിയും അങ്ങോട്ട് അവന്തിക തനിച്ച് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ആവശ്യങ്ങൾ, എൻ്റെ ലക്ഷ്യങ്ങൾ നേടിയെടുക്കാനായിട്ട് അതിന് ഇനി എനിക്ക് മറ്റാരുടെയും സഹായം ആവശ്യമില്ല. നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ അവന്തിക പറയാതെ തന്നെ അർച്ചനയുടെ ആ വാക്കുകൾ വിശ്വസിച്ച് നിനക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാം. അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ നിന്നെ രക്ഷിക്കാനായി എത്തില്ല എന്ന് അവന്തിക ധനുഷിനോട് പറയുന്നത് കേട്ട് ധനുഷ് ആശങ്കയോടെ പറഞ്ഞു, അവന്തിക, അങ്ങനെ അങ്ങ് നീ എന്നെ കൈയൊഴിഞ്ഞു പോകാമെന്ന് കരുതണ്ട. നീ ചെയ്തു കൂട്ടിയ പ്രവൃത്തികളെ കുറിച്ചൊക്കെ വ്യക്തമായിട്ട് എനിക്കറിയാം. നെല്ലിശ്ശേരിയിലുള്ളവരെ തകർക്കാനായി നീ കാണിക്കുന്ന ഓരോ നീക്കങ്ങളും, അതിനുവേണ്ടി ചെയ്തു കൂട്ടിയ ക്രൂരമായ കാര്യങ്ങളുമൊക്കെ എന്റെ നാവിൻ തുമ്പിൽ അതുപോലെ തന്നെയുണ്ട്. നീ എന്നെ സഹായിച്ചില്ല എന്നുണ്ടെങ്കിൽ നിനക്കും പിന്നെ അവിടെ നിലനിൽപ്പുണ്ടാവില്ല എന്ന ധനുഷിന്റെ ഭീഷണി ഭയന്ന് അവന്തിക അവസാനം ആ കടുത്ത തീരുമാനമെടുക്കാൻ തയ്യാറാകുന്നു.